Hi everyone, welcome back to Learnino. In the video discuss KTU S1 Max last unit, module 5 series representation revision class important topics based on university questions based cover. So let us start. First topic is Taylor series. This topics Taylor series, Maclaurin series, Fourier series. So Fourier even, odd, then half range, complete. So that's cover class. So let us start. Taylor series. Taylor series represented sigma n 1 to infinity f raised to n of x naught by n factorial into x minus x naught raised to n is equal to f of x naught plus f dash of x naught by 1 factorial into x minus x naught plus etc. up to nth term. Okay. This is Taylor series. At the point about x equal to x naught. Okay. This Maclaurin series. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ x0 ന് 0 കൊടുക്കുക. അതായത് ടൈലർ സീരീസിൽ x0 ന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Maclaurin സീരീസ് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ടൈലർ സീരീസ് about x equal to 0 എന്ന് പറയുന്നത് എന്താണ്? Maclaurin സീരീസ് ആണ്. അപ്പോൾ നമ്മൾ sigma n 0 to infinity ഇതേപോലെ f raised to n of 0 by n factorial എന്ന് പറയുന്നത് into x raised to n. കാരണം ഇനിയിപ്പോൾ മൈനസ് x0 എടുക്കണ്ട, കാരണം x0 0 ആണ്. അപ്പോൾ into x raised to n എന്ന് പറയുന്നത് f of 0 plus f dash of 0 by 1 factorial into x plus etc. nth term വരെ. ക്ലിയർ ആയോ? ഇതാണ് Maclaurin സീരീസ്. ഇത് ബേസ് ചെയ്തിട്ട് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ Maclaurin സീരീസ് ഫോർ ദ ഫംഗ്ഷൻ x into e raised to x. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ x into e raised to x ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടേംസ് എന്തൊക്കെ? ആദ്യം Maclaurin സീരീസ് എഴുതി വെക്കാം അല്ലേ? എഫ് ഓഫ് 0 വേണം. അപ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ആണ്. അതിൽ എക്സിന് 0 കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൽ എക്സിന് 0 കൊടുത്താൽ എഫ് ഓഫ് 0 0. അതേപോലെ എഫ് ഡാഷ് ഓഫ് എക്സ്, അതായത് എക്സ് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ്, അതിൽ എക്സിന് 0 കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടേം 0, സെക്കൻഡ് ടേം ഇ റേസ് ടു 0 1, 0 plus 1 1. അതേപോലെ എഫ് ഡബിൾ ഡാഷ് കാണാം, എഫ് ട്രിപ്പിൾ ഡാഷ് കാണാം. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 3 വാല്യൂസ് കിട്ടും. ഇനി ഡയറക്റ്റ് ആയിട്ട് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ബൈ 1 ഫാക്ടോറിയൽ, അതായത് എക്സ് ബൈ 1 ഫാക്ടോറിയൽ, കാരണം ഇവിടെ ഒരു കോഎഫിഷ്യന്റ് 1 ആണ്. ഓക്കെ, ഈ ടേം എഫ് ഡാഷ് 1 ആണ്. നെക്സ്റ്റ് എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് എഫ് ട്രിപ്പിൾ ഡാഷ് 3 ആൻഡ് ഗോസ് ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്തായാലും സീരീസിൽ മിനിമം ഒരു 3-4 ടേംസ് വരെ നിങ്ങൾ കണ്ടുപിടിക്കും. അതെന്തായാലും മസ്റ്റ് ആണ്. ഓക്കെ, 3 ടേംസ് എന്തായാലും വേണം. ഒരു 4 ടേംസ് വരെ മാക്സിമം എന്തായാലും കണ്ടുപിടിക്കാം. ബാക്കി പ്ലസ് എക്സെട്ര എന്നിട്ടാൽ മതി. ഇപ്പോൾ നമുക്ക് ചില കേസിൽ ചില ടേംസ് 0 ആയി പോകും. അതായത് ഇപ്പോൾ സപ്പോസ് എഫ് ഡാഷ് 0 പിന്നെ എഫ് ഡബിൾ ഡാഷ് ആവും കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ചിലപ്പോൾ ചില ടേംസ് 0 ആയി കിട്ടും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എന്തായാലും മിനിമം ഒരു 3 to 4 ടേംസ് എന്തായാലും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടിയത് എന്താ? എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് ബൈ 2 പ്ലസ് എക്സെട്ര. Next, find the Taylor series of f of x equal to 1 by x plus 2 about x equal to 1. അതായത് x0 ന്റെ വാല്യൂ ആണ് 1 തന്നിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമ്മുടെ സീരീസ് ടൈലർ സീരീസ് എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് എക്സ് നോട്ട് ആ ടേം ഫുൾ എക്സ്പാൻഷൻ എഴുതുക. എന്നിട്ട് ആവശ്യമുള്ള ടേംസ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് വേണം, എഫ് ഡബിൾ ഡാഷ് വേണം അല്ലേ? ദെൻ ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് Maclaurin സീരീസിൽ ഇപ്പോൾ നേരത്തെ പ്രോബ്ലത്തിൽ ഫസ്റ്റ് ടേം 0 ആയിപ്പോയി. അപ്പോൾ എഗെയിൻ വേറെ 3 ടേംസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ 3-4 ടേംസ് എന്തായാലും കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് എക്സ് നോട്ട് 1 അല്ലേ? സോ എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം. എക്സിന് 1 കൊടുക്കുക. അപ്പോൾ 1/3 കിട്ടി. അതേപോലെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ വരിക? 1/x plus 2 ആണ് എഫ് ഓഫ് എക്സ് അല്ലേ? ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 1/x plus 2 ഉണ്ട്. കാരണം എക്സിന്റെ ടേം താഴെയാണ്. സോ ജസ്റ്റ് ഇതുപോലെ എക്സ് പ്ലസ് 2 റേസ് ടു -1 ഇതിനെ എഴുതാം അല്ലേ? ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2 റേസ് ടു -1ന്റെ ഡെറിവേറ്റീവ്, അതായത് എക്സ് റേസ് ടു -1 ആണ്. അപ്പോൾ നമുക്ക് nx റേസ് ടു n - 1 -1 ഇൻറ്റു എക്സ് റേസ് ടു -1 എന്താ -2, അതായത് -1/x സ്ക്വയർ ആണ് വരിക. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 2 ആണ് എക്സിന് പകരം. സോ -1/x plus 2 ഹോൾ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അതുപോലെ വേണം ഡെറിവേറ്റീവ് കാണാൻ ബാക്കി ടേംസ് എല്ലാം. എന്നിട്ട് എക്സിന് 1 കൊടുക്കുക. ക്ലിയർ ആയല്ലോ? സോ -1/9 2/27 കിട്ടും. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ എഫ് ട്രിപ്പിൾ ഡാഷും കണ്ടുപിടിച്ചിട്ടുണ്ട്. -6/x plus 2 ഹോൾ റേസ് ടു 4 കിട്ടും. അതിൽ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ -2/27. അപ്പോൾ നമുക്ക് ഫൈനൽ എക്സ്പാൻഷനിൽ കറക്റ്റ് ആ കോഎഫിഷ്യൻസ് വാല്യൂ എല്ലാം കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസും മൈനസും മിസ്റ്റേക്ക് വരാതെ നോക്കണം.
ഓയിലേഴ്സ് ഫോർമുല, അതായത് ഇനിയിപ്പോൾ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓയിലേഴ്സ് ഫോർമുലയാണ്. അപ്പോൾ ഫോറിയർ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, നമ്മൾ എപ്പോഴാണ് ഈ ഫോറിയർ സീരീസിന്റെ കേസ് പറയുന്നത്? നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻസിന്റെ കേസിൽ നമ്മൾ ഫോറിയർ സീരീസ് പറയുമ്പോൾ, അതായത് പീരിയോഡിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് ആണ് അബൌട്ട് ദ ഇന്റർവൽ ടി, ടൈം ഇന്റർവൽ ടി. ഓക്കെ, അതിനാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട്. അപ്പോൾ Fourier series for the function f of x in the interval c to c plus 2l, നമ്മൾ ഓയിലേഴ്സ് ഫോർമുല ഇതേപോലെ ചോദിക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? a0/2 പ്ലസ് സിഗ്മ n 1 to infinity an cos n pi x by l പ്ലസ് bn sin n pi x by l. അതിൽ a0 എന്ന് പറയുന്നത് 1/l ഇന്റഗ്രൽ c to c plus 2l f of x dx, an എന്ന് പറയുന്നത് 1/l ഇന്റഗ്രൽ c to c plus 2l f of x cos n pi x by l dx, bn എന്താ അതേപോലെ 1/l ഇന്റഗ്രൽ c to c plus 2l f of x sin n pi x by l dx. ഇതിൽ a0 an bn എന്താ? ഓയിലേഴ്സ് കോഎഫിഷ്യൻസ് ആണ്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ട്സ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ എന്തായാലും പഠിക്കുക. കാരണം ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരും നമുക്കിപ്പോൾ ഈ സീരീസ് എക്സ്പാൻഷനിൽ എല്ലാത്തിലും. സോ ഇത് ഞാൻ എല്ലാം ഒന്നും ഇപ്പോൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്ലസ് 1 പ്ലസ് 2. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി അത് നന്നായി പ്രത്യേകം പഠിക്കുക. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ രണ്ട് റിസൾട്ടുകൾ, അതിൽ ഇ റേസ് ടു എക്സ്, അതായത് ഇന്റഗ്രലിൻ്റെ ഉള്ളിൽ ഈ ടേമും കോസ് അല്ലെങ്കിൽ സൈൻ ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. സോ ഒരു 2-3 സ്റ്റെപ്സ് നമുക്കത് അവോയ്ഡ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല പഠിച്ചാൽ നിങ്ങൾക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, അങ്ങനെയും ചെയ്യാം, തെറ്റില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് കിട്ടും. അത്രയും സ്റ്റെപ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, കൺഫ്യൂഷൻസും അവോയ്ഡ് ചെയ്യാം. സോ ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഇനിയിപ്പോൾ സപ്പോസ് ആ ഇ റേസ് ടു എക്സിന്റെ കൂടെ സൈൻ ബി എക്സ് ആണ് വന്നതെങ്കിൽ ഈ ടേം രണ്ടും സെയിം ആണ്, ഇ റേസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. മനസ്സിലായല്ലോ? എയുടെ ഒപ്പം സൈൻ ടേം ആണ് വരിക, അതായത് എന്തായാലും സൈനിന്റെ കോസിന്റെ ഒപ്പം ആംഗിളിൽ ബി ആണ് കോഎഫിഷ്യൻ. ഓക്കെ, പിന്നെ അല്ലാതെ പുറത്ത് വരുന്ന കോഎഫിഷ്യൻ എ ആണ്, അതായത് ഫസ്റ്റ് ടേമിൽ സെക്കൻഡ് ടേമിൽ ബി. പക്ഷേ ഇത് പ്ലസും മൈനസ് ആണ്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് കേസിൽ കോസിന്റെ ആണെങ്കിൽ എ കോസ് ബി എക്സ്, കോസിന്റെ ആണെങ്കിൽ ആദ്യത്തെ കോസ് വരുമെന്ന് വിചാരിക്കാം, എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് ആണ്. ഇനി സൈൻ ആണ് വന്നതെങ്കിൽ എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് ആണ്. ഇതിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഫോറിയർ സീരീസ് ഓഫ് ദ പീരിയോഡിക് ഫംഗ്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് എല്ലാം ഇതുപോലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. f of x is equal to e raised to minus x, where x ന്റെ വാല്യൂ എന്താ 0 to 2π ആണ്, വിത്ത് പീരിയഡ് 2π. അപ്പോൾ നമുക്ക് പീരിയഡ് തന്നിട്ട് 2π. അപ്പോൾ നോർമലി തന്നിരിക്കുന്ന പീരിയഡ് എന്ന് പറയുന്നത് 2l ആണ് തരിക. ഓക്കെ, സോ 2l ആണ് നമ്മൾ ജനറൽ ഫോം പീരിയഡിന്റെ. സോ 2l is equal to 2π. അതിൽ നിന്ന് 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ എന്താവും? എല്ലിന്റെ വാല്യൂ പൈ കിട്ടും. ഇനി f of x ജസ്റ്റ് എക്സ്പാൻഷൻ എഴുതാം, ഫോറിയർ സീരീസ് a0/2 പ്ലസ് സിഗ്മ n 1 to infinity an cos n pi x by എല്ലിന്റെ പകരം പൈ കൊടുക്കുക പ്ലസ് bn sin n pi x by പൈ. ഇനി ഇതെന്ന് പറയുന്നത് ആംഗിളിന്റെ മാത്രമാണ്. എപ്പോഴും മോസ്റ്റ്ലി സംഭവിക്കുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ എൻ പൈ എക്സ് ബൈ പൈ ഇങ്ങനെയൊക്കെ എഴുതി അത് അങ്ങനെ സ്റ്റെപ്പായി പോകും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തെറ്റാണ്. നമ്മൾ ആംഗിളിന് മാത്രമാണ് ബൈ പൈ വരുന്നത്. ഓക്കെ, ഈ ഒരു ആംഗിളിന് മാത്രമാണ് ബൈ പൈ വരുന്നത്, അത് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ പൈയും ക്യാൻസൽ ആവും, ആംഗിളിൻ്റെ ഉള്ളിലല്ലേ, അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൈൻ എൻ എക്സ് ആണ് വരിക, അതേപോലെ കോസ് എൻ എക്സ്. സോ ഇതിനെ നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് a0/2 പ്ലസ് സിഗ്മ n 1 to infinity an cos n x പ്ലസ് bn sin n x. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഓയിലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യുക. a0 എന്ന് പറയുന്നത് 1/l എന്ന് പറയുന്നത് പൈ ആണ്. അപ്പോൾ 1/π ഇന്റഗ്രൽ c to c plus 12 ഉദ്ദേശിക്കുന്നത് ഇത് c, ഇത് c plus 12 അല്ലേ. അപ്പോൾ 0 to 2π f of x എന്ന് പറയുന്നത് e raised to minus x ആണ് dx. അപ്പോൾ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ e raised to minus xന്റെ ആ ടേം തന്നെ വരും ഡിവൈഡഡ് ബൈ. ഞാൻ പറഞ്ഞില്ലേ, ഇന്റഗ്രലിന്റെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പവർ ഒക്കെ ഉണ്ടെങ്കിൽ, പവർ ഡിപ്പെൻഡിങ് ഓൺ x ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു x അതിന്റെ ഡെറിവേറ്റീവ് കണ്ടിട്ട് ഡിവൈഡഡ് ബൈ ആ ടേം എഴുതാൻ വിട്ടുപോകരുത്. ഇപ്പോൾ നമ്മൾ ഡിഫറൻസിയേഷനിലാണെങ്കിൽ ഇത് പ്രോഡക്റ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്, ഇവിടെ ഡിവൈഡഡ് ബൈ ചെയ്യണം. സോ e raised to minus x by -1. ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക 0 to 2π. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 1 മൈനസ് e raised to -2π by പൈ കിട്ടും. ഇനി നമ്മൾ an കണ്ടുപിടിക്കാം. an എന്താ? 1/l
ഇതേപോലെ ആ ജനറൽ ഫോർമുലയിൽ ജസ്റ്റ് 1 by pi integral 0 to 2 pi e raised to minus x into cos nx. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റിസൾട്ട് യൂസ് ചെയ്യുക, അതായത് e raised to ax cos bx ന്റെ ഫോം. ഓക്കെ, അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഇന്റഗ്രേഷൻ ഒന്നും ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം. ഇനി അപ്പോൾ e raised to minus x, ഇപ്പോൾ ഇവിടെ e raised to x കമ്പയർ ചെയ്യുമ്പോൾ a is equal to നമുക്ക് എന്താ കിട്ടുക -1. ഇനി cos bx കമ്പയർ ചെയ്യുമ്പോൾ b എന്താ കിട്ടുക n. അപ്പോൾ നമ്മുടെ റിസൾട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ e raised to ax അതായത് e raised to minus x by a square plus b square, അതായത് -1 square എന്ന് പറഞ്ഞാൽ 1 plus n square into a cos bx, അതായത് a എന്ന് പറഞ്ഞാൽ -1 അല്ലേ, അതുകൊണ്ടാണ് ഈ മൈനസ് cos b പറഞ്ഞ n bx, അതായത് nx plus b അതായത് n sin nx. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ 0 to 2 pi, ഇപ്പോൾ 1 by pi. ഇനി നമ്മൾ ജസ്റ്റ് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, കാരണം ഓൾറെഡി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ടാണത്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക, കുറച്ച് സിംപ്ലിഫൈഡ് ഫോം. അതായത് ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, കോസ് 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി കോസ് 2n pi, അതായത് കോസ് n പൈയുടെ വാല്യൂ -1 raised to n ആണ്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കാം. കോസ് n pi എന്ന് പറയുന്നത് -1 raised to n ആണ്. അപ്പോൾ കോസ് 2n pi എന്താ വരിക, അതായത് -1 raised to 2n ആണ് വരിക. ഇപ്പോൾ 2 into n ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും 2 into n-ന്റെ വാല്യൂ എന്ത് വന്നാലും 2n എന്തായിരിക്കും, ഈവൺ ആയിരിക്കും അല്ലേ. അപ്പോൾ -1 raised to ഈവൺ ടേം ആണ് വരിക. അതെന്തായിരിക്കും, +1 ആയിരിക്കില്ലേ. ഇവിടെ cos 2n പൈയുടെ വാല്യൂ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ആണ്. ബട്ട് ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളത് കൊണ്ട് അത് -1 ആണ് ഫസ്റ്റ് ടേം വരിക. ഓക്കെ, അപ്പോൾ ഈ ടേംസ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ cos 2n pi -1 raised to e1 പവർ ആയതുകൊണ്ട് അത് 1 ആണ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ടാണ് -1 വന്നത്. ഇനി ബാക്കി 0 വന്നു. നെക്സ്റ്റ് e raised to 0 1 ആണ്. ഓക്കെ, അപ്പോൾ 1 by 1 plus n square, ഈ ഒരു മൈനസ് ആണ് ഇവിടെ വന്നത്. ദെൻ മൈനസ് cos 0, അതായത് cos 0 1 ആണ്. സോ -1. ഓക്കെ, കാരണം ഇത് 0 ആയതുകൊണ്ട് -1 plus 0 -1 തന്നെ. അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 by pi into 1 plus n square 1 minus e raised to -2 pi. ഇപ്പോൾ an കിട്ടി. അതേപോലെ ഇനി bn കണ്ടുപിടിക്കാം. 1 by pi integral 0 to 2 pi e raised to minus x sin nx dx ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ ഇവിടെ ഏതാ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത്, ഇന്റഗ്രൽ e raised to ax sin bx dx-ന്റെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സെയിം ഇവിടെ a എന്ന് പറയുന്നത് -1, അതേ ടേം തന്നെയല്ലേ, a is equal to -1 ഉം b is equal to n ഉം. ഓക്കെ, ആ കൂടി a sin bx പിന്നെ -b cos bx വരും, അത്രയേ ഉള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ബാക്കി ഇതിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് 2 pi ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എഗെയിൻ cos 2n പൈയുടെ ടേം വന്നു, ഞാൻ പറഞ്ഞ പോലെ അത് 1 ആണ്. ഇനി അപ്പോൾ ഇവിടുത്തെ ടേം -n വരും, 0 - n അല്ലേ. പിന്നെ cos 0 വരുന്നുണ്ട്, അത് 1 ആണ്. അപ്പോൾ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ e raised to 0 1, ഓൾമോസ്റ്റ് സിമിലർ ടേംസ് ആണ് കിട്ടുക. ഇതെല്ലാം സിംപ്ലിഫൈഡ് ഫോമിലേക്ക് ആക്കുക. അപ്പോൾ കോമൺ ടേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഔട്ട്സൈഡ് എടുക്കാം. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു -n, ഈ മൈനസും പ്ലസ് ആവും. ഇവിടെ n എന്നുള്ള ടേം കോമൺ ആണ്, അത് ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ n by pi ഓൾറെഡി ഉണ്ട്. ഇനി 1 plus n square ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ n by pi into 1 plus n square into 1 minus e raised to -2 pi കിട്ടും. അപ്പോൾ f of x ഉണ്ട് ഫൈനലി a0. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, a0 നമുക്ക് ആദ്യം കിട്ടി, പക്ഷെ ഫസ്റ്റ് ടേം എന്താ, a0 by 2 ആണ്. സോ അത് ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ മറന്നു പോരുത്. പ്ലസ് ബാക്കി സിഗ്മ 1 to infinity an into cos nx, nx എന്ന് പറയുന്നത് ഇവിടെ n pi x by l നമുക്ക് nx ആണ് കിട്ടിയത്. പ്ലസ് bn into sin n pi x by പൈയിൽ പൈയും പൈയും ക്യാൻസൽ sin nx ആണ്. ഇതാണ് ഫൈനൽ ഫോറിയർ സീരീസ്. നെക്സ്റ്റ് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ഈവൺ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടി ഞാൻ ഇത് രണ്ടും ഒരുമിച്ച് തന്നു എന്നുള്ളൂ. അപ്പോൾ a0 എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു ഈവൺ ഫംഗ്ഷൻ ഒരു ഓഡ് ഫംഗ്ഷൻ. എപ്പോഴാണ് ഒരു ഫംഗ്ഷന് ഈവൺ പറയുക, ദാറ്റ് ഈസ് f of minus x will be is equal to f of x തന്നെ ആയിരിക്കും. ഇതാണ് ഈവൺ ഫംഗ്ഷന്റെ പ്രത്യേകത. ഇത് എക്സിന് -x കൊടുത്താലും നമുക്ക് സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടും. പക്ഷെ ഓഡ് ഫംഗ്ഷന്റെ കേസിൽ f of minus x എന്നത് മൈനസ് f of x ആയിരിക്കും. ഓക്കെ, മൈനസ് ഓഫ് ദ ഒറിജിനൽ ഫംഗ്ഷൻ ആയിരിക്കും. അതാണ് ഓഡ് ഫംഗ്ഷൻ. ഈ ഒരു ബേസിക് ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് a0 is equal to 1 by integral minus L to L f of x dx. അതായത് ഇത് മാത്രം പഠിച്ചാൽ മതി. a0 അതായത് നമുക്കിപ്പോൾ
ഒരു ഈവൺ ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? a naught എന്ന് പറയുന്നത് 2/0 to L f of x dx ആണ്. അതുപോലെ an എന്ന് പറയുന്നത് 2/0 to L f of x cos n pi x by L dx. പക്ഷേ bn എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മളിപ്പോൾ സപ്പോസ് കണ്ടുപിടിച്ചാൽ അത് 0 ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൺ ആണോ ഓഡ് ആണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈവൺ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ bn ഡയറക്ട്ലി 0 എന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും ഈവൺ ഫംഗ്ഷന്റെ കേസിൽ? a0/2 + sigma n 1 to infinity an cos n pi x by L. ഇതിനെ ഫോറിയർ കൊസൈൻ സീരീസ് എന്നും പറയാറുണ്ട്. ക്ലിയർ ആയല്ലോ? കാരണം എന്താ, കോസിന്റെ ടേംസ് ആണ് ഉള്ളത്. ഇപ്പോൾ ഫോറിയർ കൊസൈൻ സീരീസ് എന്നും പറയാറുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ ഓഡ് ഫംഗ്ഷന്റെ കേസിൽ എങ്ങനെയാ പറയാം? a0ഉം an-ഉം 0 ആയിരിക്കും. ക്ലിയർ ആയോ? a0ഉം an-ഉം 0 ആയിരിക്കും. bn മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ bn എന്ന് പറയുന്നത് 2/0 to L f of x sin n pi x by L dx. അപ്പോൾ f of x എന്താ? sigma n 0 to infinity bn sin n pi x by L. അത്ര മാത്രമേ ഉള്ളൂ. സോ അതിനെ ഫോറിയർ സൈൻ സീരീസ് എന്നും പറയാറുണ്ട്. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x² എന്ന് പറയുന്നത്, ഓക്കെ, ഇതിപ്പോൾ ഈവൺ ആണോ ഓഡ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? എക്സ് നമുക്കിപ്പോൾ അറിയാം, എക്സിന് -x കൊടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ -x² എന്താ? x² തന്നെ കിട്ടും. ഇത് f of x തന്നെയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി ഈവൺ ഫംഗ്ഷൻ ആണ്. സപ്പോസ് x × sin x ആണെങ്കിലോ, ജസ്റ്റ് ഈവണും ഓടും നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അതായത് x × sin x ക്വസ്റ്റ്യനിൽ വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ x ഉള്ളിടത്തൊക്കെ -x കൊടുക്കുക. അപ്പോൾ f of -x കണ്ടുപിടിക്കാം. അപ്പോൾ -x × sin -x അല്ലെ, x ഉള്ളിടത്തൊക്കെ -x കൊടുക്കുക. സോ ഇവിടെ -x × sin of -x വരും. -x × sin of -θ എന്താ? -sin θ ആണ് അല്ലേ? സോ ഇവിടെ sin of -x എന്താവും? -sin x ആയിരിക്കും. ഇത് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് എന്താവും? പ്ലസ് ആവും. അപ്പോൾ നമുക്ക് x sin x തന്നെ കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എക്സ് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആണ്, സൈൻ എക്സും സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആണ്. പക്ഷെ അത് രണ്ടും കൂടി പ്രോഡക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ? ഒരു ഈവൺ ഫംഗ്ഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. അതായത് ഫൈൻഡ് ദ ഫോറിയർ സീരീസ് ഓഫ് f of x = x² ആണ്. നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ -2 മുതൽ 2 വരെയാണ്. അപ്പോൾ f of x = x² ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈവൺ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈവൺ ഫംഗ്ഷൻ ആണെന്ന് കിട്ടി, അപ്പോൾ തന്നെ bn = 0 എന്ന് എഴുതി വെക്കാം. ഇനി 2l പീരിയഡ് 2l എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഏറ്റവും അതായത് അപ്പർ ഇന്റർവൽ മൈനസ് ലോവർ ഇന്റർവൽ ചെയ്യുക. അതായത് 2 - -2 ദാറ്റ് ഈസ് 4. അപ്പോൾ 2l = 4. അതിന്റെ മീനിങ് എന്താ? 2l = 4 ൽ 2 ഉം 2 ഉം ക്യാൻസൽ ആയി. സോ l = 2 കിട്ടും. ഓക്കെ, l = 2 കിട്ടി. ഇനി നമുക്കറിയാം ഈവൺ ഫംഗ്ഷന്റെ കേസിൽ സൈൻ ടേം അതായത് bn ടേം ഇല്ല. a0/2 + sigma n 1 to infinity an cos n pi x by L. അതിൽ a0 കണ്ടുപിടിക്കാം. 2/L പറഞ്ഞാൽ 2 0 to 2 x² f of x x² അല്ലേ dx. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 8/3 കിട്ടും. അതുപോലെ an 2/L 0 to L f of x അതായത് cos n pi x by L. L എന്ന് പറയുന്നത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2/2 0 to 2 x² cos n pi x by 2 dx. ഇതിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഒന്നും ക്യാൻസൽ ചെയ്യാനില്ല. അപ്പോൾ n pi x by 2 തന്നെ എഴുതാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക? നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് തന്നെ ചെയ്യണം. ക്ലിയർ ആയല്ലോ? x² cos n pi x by 2 ആണ് അല്ലേ? അപ്പോൾ x² cos n pi x by 2 എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു കോഡ് പറഞ്ഞുതരാം. I late അത് ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. I എന്ന് പറയുന്നത് ഇൻവേഴ്സ്, അതായത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ വന്നാൽ L എന്ന് പറയുന്നത് ലോഗറിതം, ലോഗ് A എന്ന് പറയുന്നത് ആൾജിബ്രൈക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x + 2 അങ്ങനെയൊക്കെ ടേംസ്. ദെൻ T എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് അറിയാലോ, അതായത് സൈൻ കോസ് ടേംസ് എല്ലാം. E എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡർ അറിഞ്ഞിരിക്കുക, ഓർത്ത് വെക്കുക. I late. അപ്പോൾ ഈ ഓർഡർ അനുസരിച്ചാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വരുമ്പോൾ ഇത് പ്രോഡക്റ്റ് ഓഫ് 2 ടേംസ് വരില്ല. ഇപ്പോൾ ഇവിടെ x² ഉണ്ട്, കോസിന്റെ ടേം ഉണ്ട്. x² ആൾജിബ്രിക് ആണ്, കോസിന്റെ ടേം ട്രിഗണോമെട്രിക് ആണ്. അപ്പോൾ I lateൽ ഏറ്റവും ആദ്യം വരുന്നത് A ആണ്. സോ x² ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം ആൻഡ് കോസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. ഇനി ഇന്റഗ്രൽ ഓഫ്
ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇതിൻ്റെ ബേസിസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അത് ഞാൻ ജസ്റ്റ് ഡാഷ് ഇടണം. ഡാഷ് റേസ് ടു ഡാഷ് ഉദ്ദേശിക്കുന്നത് ഡെറിവേറ്റീവ് ആണ്. ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ക്ലിയർ ആയി? അപ്പോൾ ഇതിവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ ഫസ്റ്റും സെക്കൻഡും ഏത് ഫംഗ്ഷൻ എടുക്കണം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഹൈലൈറ്റ് എന്നുള്ള ബേസിസിൽ പറഞ്ഞത്. ക്ലിയർ ആയി? അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഇത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇനി കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടേം കിട്ടും. ആ ടേം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഇതേ ടേം തന്നെയാണ് ഇവിടെ വരിക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എഗെയിൻ ഒരു ഇൻ്റഗ്രൽ ഉണ്ട്. ആ ഇൻ്റഗ്രലിനുള്ളിൽ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഉണ്ട്. ഇവിടെയും ഇതേപോലെ എക്സ് ഇൻറ്റു ഇതേപോലെ, അതായത് എക്സിൻ്റെയും കോസിൻ്റെയും ടേം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൈനിൻ്റെയും ടേം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ കംപ്ലീറ്റ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത് നോക്കുക. ക്ലിയർ ആയല്ലോ? സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് കംപ്ലീറ്റ് ആയി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ്. പിന്നെ നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്പർ ലിമിറ്റ് 2 കൊടുക്കുമ്പോൾ ഒരു കാര്യം, ഇവിടെ സൈൻ എൻ പൈ എന്നുള്ള ടേംസ് വരും. ഞാൻ അതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. സൈൻ എൻ പൈ എന്നുള്ള ടേംസ് എവിടെ വന്നാലും അതിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ പൈ അപ്പർ ലിമിറ്റ് 2 ആണ്. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് സൈൻ എൻ പൈ വരും. അപ്പോൾ ആ ടേം ക്യാൻസൽ ആവും. ഇനി കോസ് എൻ പൈ വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ കോസ് എൻ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/n ആണ്. ഇനി ഇവിടെ എഗെയിൻ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ സൈൻ എൻ പൈ വരും, അത് 0. അങ്ങനെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ടേം മാത്രം വരും. ഇനി ലോവർ ലിമിറ്റ് എക്സിനാണ് 0 കൊടുക്കണേ. സോ ഇവിടെ x² ഉണ്ട്, ഇവിടെ x ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടേംസും 0 ആവും. ദെൻ ഇവിടുത്തെ ടേം എന്ന് പറയുന്നത് സൈൻ 0 വരും അല്ലെ. സൈൻ ഓഫ് എക്സിൽ എക്സിന് 0 കൊടുത്താൽ സൈൻ 0. അപ്പോൾ ലോവർ ലിമിറ്റ്സ് എല്ലാം 0 വരും. ക്ലിയർ ആയി? അപ്പോൾ ആകെ കൂടി എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പർ ലിമിറ്റിലെ ഈ സെക്കൻഡ് ടേം ആണ്. എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 16/n² π² × -1/2. അപ്പോൾ നമുക്ക് ഫൈനലി എഫ് ഓഫ് എക്സ് വന്നത് a0/2 ചെയ്തിട്ടുണ്ട് കേട്ടോ. 8/3 ആണ് a0 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 8ഉം 2ഉം ക്യാൻസൽ ചെയ്ത് 4 വരും. സോ 4/3 പ്ലസ് ഇവിടെ സിഗ്മ n 1 to infinity an cos n pi x by l ന് പകരം 2. നെക്സ്റ്റ് ഹാഫ് റേഞ്ച് കൊസൈനും ഹാഫ് റേഞ്ച് സൈൻ സീരീസും നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് എപ്പോഴും ചില കേസസിൽ ഒരു ഫംഗ്ഷൻ്റെ ഹാഫ് റേഞ്ച് മാത്രം കണ്ടുപിടിക്കാൻ ചോദിക്കും. അതായത് ഹാഫ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഫുൾ എക്സ്പാൻഷൻ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഹാഫ് മാത്രമേ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ എക്സ്പാൻഷൻ. അപ്പോൾ ആ കേസിലാണ് നമ്മൾ ഈ ഹാഫ് റേഞ്ച് കൊസൈനും ഹാഫ് റേഞ്ച് സൈനും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് ഉണ്ട്. ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസിന്റെ കേസിൽ എഫ് ഓഫ് എക്സിൽ ജസ്റ്റ് ആ കോസിന്റെ ടേംസ് മാത്രം ഉണ്ടാവും. ഹാഫ് റേഞ്ച് സൈൻ സീരീസിൽ ജസ്റ്റ് ആ സൈനിന്റെ ടേം മാത്രം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസിന്റെ ഫോർമുല അറിഞ്ഞിരിക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ n 1 to infinity an cos n pi x by l. ഓക്കെ, ഈ രണ്ട് ടേംസ് ഉണ്ടാവുള്ളൂ. a0 എന്താണ് 2/l = 0 to l f of x dx. നേരത്തെ ചെയ്ത പോലെ തന്നെ an എന്ന് പറഞ്ഞാൽ 2/l = 0 to l f of x cos n pi x by l dx. അതുപോലെ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് എന്തായിരിക്കും? a0ഉം an ഉം ഒന്നും ഉണ്ടാവില്ല, bn ന്റെ ടേം മാത്രം. ഓക്കെ, അതായത് സിഗ്മ n 1 to infinity bn sin n pi x by l. അപ്പോൾ bn എന്ന് പറയുന്നത് 2/l = 0 to l f of x sin n pi x by l dx. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഫോറിയർ സൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വെൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, 2 മൈനസ് എക്സ് വെൻ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. അപ്പോൾ ഈ ഇന്റർവെൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. 0 to 1 ഒരു വാല്യൂ എക്സ് ആണ്, ആൻഡ് 1 to 2 എന്ന് പറയുന്നത് another വാല്യൂ 2 മൈനസ് എക്സ്. ഇങ്ങനെയാണ് ഇന്റർവെൽ സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ടല്ല. സോ നമുക്ക് ഇവിടെ ഫോറിയർ സൈൻ സീരീസേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? 0 to l ആയിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ നിങ്ങളത് 2l ആണ് 2 എന്ന് പറഞ്ഞിട്ട് 2l is equal to 2 അപ്പൊ l equal to 1 എന്ന് എഴുതരുത്. ഇത് തെറ്റാണ്. ക്ലിയർ ആയോ? സോ നമുക്ക് 0 to l മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുള്ളൂ. സോ നമുക്ക് കിട്ടി l ന്റെ വാല്യൂ എന്താണ്?
2 ആണ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ L is equal to 2 കിട്ടി. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താ സിഗ്മ n 1 to infinity bn sin n pi x by Lന് പകരം 2 കൊടുക്കാം. അപ്പോൾ bn എന്താ 2 by L integral 0 to L f of x sin n pi x by L dx. സോ ഇവിടെ bn എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാം. 2 by Lന് പകരം 2 കൊടുക്കുക. ഇൻ്റഗ്രൽ 0 to ഇനി ശ്രദ്ധിക്കേണ്ടത് ഇന്റർവെൽ സ്പ്ലിറ്റ് ആക്കി എടുക്കണം. കാരണം എന്താ ഫംഗ്ഷന് ഡിഫറെന്റ് വാല്യൂസ് ആണ് ഉള്ളത് അല്ലെ. 0 to 1 ഒരു വാല്യൂ, 1 to 2 അനദർ വാല്യൂ. അപ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് ഇന്റർവെൽ 0 to 2നെ നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് എങ്ങനെ എടുക്കണം? 0 to 1ഉം 1 to 2 കൊടുക്കണം. ക്ലിയർ ആയോ? സോ ഇവിടെ 2 by Lന് പകരം 2 കൊടുക്കുക. ഇനി ഇന്റഗ്രൽ ഹോൾ ഇന്റഗ്രലിനെ ഇന്റഗ്രൽ 0 to 1ല് നമ്മൾ എഫ് ഓഫ് എക്സിന് എക്സ് കൊടുക്കുക ആൻഡ് 1 to 2ല് നമ്മൾ എഫ് ഓഫ് എക്സിന് 2 മൈനസ് എക്സ് കൊടുക്കുക. സോ ബാക്കി എല്ലാം സെയിം, അതായത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ 2 ആണ്. അപ്പോൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. ഇങ്ങനെ എല്ലാം ഇന്റഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണത്. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ടേം 2 മൈനസ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ 2 അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ് വരിക, സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എൻ പൈ എക്സ് ബൈ 2. അതേപോലെ സെക്കൻഡ് കേസിലും 2 മൈനസ് എക്സ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലേ, അത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, സെക്കൻഡ് ഫംഗ്ഷൻ സൈനിൻ്റെ ടേം എടുക്കുക. എന്നിട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്താൽ ആഫ്റ്റർ ഓൾ ഇന്റഗ്രേഷൻ തന്നിരിക്കുന്ന സ്റ്റെപ്പാണിത്. ഇതിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. സോ എഗെയിൻ കുറേ ടേംസ് ഒക്കെ ക്യാൻസൽ ആയി പോകും. ഇപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ, അതായത് അപ്പർ ലിമിറ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ എക്സിനാണ് 1 കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സോ ഇവിടെ എൻ പൈ ബൈ 2 ഈ ടേംസ് ഒക്കെ വരും അല്ലേ. 0 to 1ഉം 1 to 2 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 0 to 1 കൊടുക്കുമ്പോൾ 1ന്റെ ടേംസ് ഉള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ഇനി 0 കൊടുക്കുമ്പോൾ നമുക്ക് ടേംസ് എല്ലാം 0 ആയി പോകുന്നുണ്ട്. കാരണം എക്സ് ഉള്ള ടേംസിൽ 0 കൊടുത്താൽ 0, സൈനിൻ്റെ ഉള്ളിൽ എക്സിന് 0 കൊടുത്താൽ ആ ടേമും 0. സോ ഫസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടേംസ് ആണിത്. സെക്കൻഡ് കേസിൽ ഇതേപോലെ നമ്മൾ 1 to 2 കൊടുത്തപ്പോൾ കിട്ടിയ ടേംസ് ആണ് ഇത്രയും ടേംസ്. ഓക്കെ, അപ്പോൾ കുറച്ച് ടേംസ് 0 ആയി പോകുന്നുണ്ട്, ബാക്കി ടേംസ് അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്യാം. അതായത് cos n pi by 2 into 2 by n pi യും ഇവിടെ മൈനസ് 2 by n pi cos n pi by 2 ഈ രണ്ട് ടേംസും ക്യാൻസൽ ആവും, പ്ലസ് ആൻഡ് മൈനസ് വരുന്നുണ്ട്. ബാക്കി 4 by n square pi square sin n pi by 2 അതെന്ന് പറയുന്നത് 2 ടൈംസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 2 into 4 by n square pi square ചെയ്യുമ്പോൾ 8 by n square pi square sin n pi by 2. അപ്പോൾ ഫൈനലി എഫ് ഓഫ് എക്സ് എന്താണ്? ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആണ്. സിഗ്മ 1 to infinity 8 by n square pi square sin n pi by 2 ഇൻറ്റു, അതായത് ഇത്രയും ടേം നമുക്ക് കിട്ടിയത് bn ആണ്, ഇൻറ്റു സൈൻ n pi x by 2. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് ആണ് ഇതിൽ വരുന്നത്, പാർസിവൽസ് ഐഡന്റിറ്റി. ഇത് ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുണ്ട്. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ പാർസിവൽസ് ഐഡന്റിറ്റി എന്താണെന്ന് നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയഡ് 2l ആൻഡ് ഇസ് പീസ് വൈസ് കണ്ടിന്യൂസ് ഇൻ ദ ഇന്റർവൽ c to c plus 2l. അങ്ങനെയാണെങ്കിൽ 1 by 2l ഇന്റഗ്രൽ c to c plus 2l f of x whole square dx is equal to a0 by 2 whole square plus 1 by 2 sigma n 1 to infinity an square plus bn square. ഇതിനെയാണ് പാർസിവൽസ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് നമുക്ക് ഇതുപോലെ ഫോറിയർ സീരീസിലെ സീരീസ് റെപ്രസെൻറ്റേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ നമുക്ക് പാർസിവൽസ് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാം? 1 by 2l ഇന്റഗ്രൽ c to c plus 2l f of x whole square dx-നെ എങ്ങനെ എഴുതാൻ പറ്റും? a0 by 2 whole square. അപ്പോൾ a0 കണ്ടുപിടിക്കണം, an കണ്ടുപിടിക്കണം, bn കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ടാണ് പ്ലസ് ഹാഫ് സിഗ്മ n 1 to infinity an square plus bn square. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ആഡ് ഓൺ ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, ഡെഡ്യൂസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ടാവും. അങ്ങനെ കണ്ടുപിടിക്കാൻ തരുമ്പോഴാണ് നമ്മൾ ഈ പാർസിവൽസ് ഐഡന്റിറ്റി അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. സോ ഇവിടെ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഫൈൻഡ് ദ ഫോറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു. ഓൾറെഡി നമ്മൾ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ നമ്മൾ ഫോറിയർ സീരീസ് ചെയ്ത് കഴിഞ്ഞതാണ്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലെ. ഇനി ഇൻ ദ ഇന്റർവൽ -π to π ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഹെൻസ് ഡെഡ്യൂസ് ദാറ്റ് സിഗ്മ n 1 to infinity 1 by n raised to 4 is equal to pi raised to 4 by 90. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? എക്സ് സ്ക്വയർ ആണ്. നമുക്കറിയാം എക്സ് സ്ക്വയർ ഈവൺ ഫംഗ്ഷൻ ആണ് അല്ലെ. തന്നിരിക്കുന്ന ഇന്റർവൽ -π to π. അപ്പോൾ പീരിയഡ് 2l എന്താ? 2π ആണ്. l is equal to π നമുക്ക് കിട്ടി.
എഫ് ഓഫ് എക്സ് എന്താ എഴുതാം? a0 by 2 plus sigma n 1 to infinity an cos n pi x by l. അതിൽ a0 ന്റെ വാല്യൂ 2 by l ന്റെ പകരം പൈ ആണ് അല്ലേ? 2 by pi integral 0 to pi x square dx. ഇതിൽ നിന്ന് ജസ്റ്റ് x square x cube by 3 ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് 2 pi square by 3 വാല്യൂ കിട്ടും. ഇനി an കണ്ടുപിടിക്കണം. an എന്ന് പറയുന്നത് 2 by l, അതായത് 2 by pi integral 0 to pi x square cos nx dx ആണല്ലോ. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം E1 ഫംഗ്ഷൻ ആണ്. അപ്പോൾ bn കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, bn 0 ആണ്. സോ a0ഉം an ഉം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ an equal to 2 by pi integral 0 to pi x square cos nx dx. ഇതിൽ അഗെയിൻ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് 2x ഇൻറ്റു, അപ്പോൾ ഈ ത്രീ ടേംസ് കിട്ടും. ക്ലിയർ ആയി? ഇനി 0 to pi, അതായത് അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുക, ലോവർ ലിമിറ്റ് 0 കൊടുക്കുക. ഇനി ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് അതെല്ലാം ക്യാൻസൽ ആയി പോകും. സൈൻ എൻ പൈ 0 വരും, സൈൻ 0 വരും. പിന്നെ എക്സിന് 0 കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റിൽ ഈ ടേംസ് എല്ലാം 3 ടേംസും 0 ആയി പോകും. ഓക്കെ, അപ്പോൾ ആകെ കൂടി എക്സിസ്റ്റ് ചെയ്യുന്നത് പൈ കൊടുക്കുമ്പോൾ, അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുമ്പോൾ സൈൻ എൻ പൈ വരും, അത് 0. ഇവിടെയും സൈൻ എൻ പൈ 0. അപ്പോൾ ആകെ കൂടി സെക്കൻഡ് ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യും അപ്പർ ലിമിറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് 2 by pi ഇൻറ്റു മൈനസ് ക്യാൻസൽ ആവും, പ്ലസ് ആവും. സോ ഇവിടെ പ്ലസ് ചെയ്തിരിക്കുന്നത് 2 pi into cos n pi by n square. ബാക്കി എല്ലാ ടേംസും 0 ആയി പോകും. ഈ cos n pi ഞാൻ പറഞ്ഞു -1/n ആണ്. സോ 2 by pi into 2 pi by n square into -1/n. അപ്പോൾ ഇതിൽ 4 by n square into -1/n കിട്ടും. സോ ഫൈനലി എഫ് ഓഫ് എക്സ് എന്താണ്? a0 by 2. 2 pi square by 3 ആണ്. ബൈ 2 ചെയ്തപ്പോൾ 2 ക്യാൻസൽ ചെയ്തു അല്ലേ? 2 pi square by 3 into 2 ക്യാൻസൽ ചെയ്താൽ pi square by 3 കിട്ടും. പ്ലസ് സിഗ്മ 1 to infinity an cos nx. ഇനി പാർസിവൽസ് ഐഡന്റിറ്റി നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ 1 by 2 pi integral c to c plus 12 f of x whole square dx എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാൻ പറ്റും? a0 by 2 whole square plus 1 by 2 sigma 1 to infinity an square plus bn square. bn ഓൾറെഡി 0 ആണ്. an കിട്ടിയിരിക്കുന്നത് എന്താ? 4 by n square into -1 raised to n ആണ് അല്ലേ? അപ്പോൾ 4 by n square into -1 raised to n, ഇത് ഹോൾ സ്ക്വയർ, ഇതാണ് an സ്ക്വയർ വരിക. ഈ ഓരോ ടേംസിനും സ്ക്വയർ കൊടുക്കുക. 4 സ്ക്വയർ പറഞ്ഞാൽ 16. ഇനി താഴെ n സ്ക്വയറിന്റെ സ്ക്വയർ വരും, അപ്പോൾ n raised to 4. ഇനി -1 raised to n raised to 2 എന്താ? -1 raised to 2n. അതാണ് ഈ ടേം. ഓക്കെ, ബാക്കി ടേം bn 0 ആണ്. ഇനി RHSൽ നമുക്കിപ്പോൾ a0 by 2 whole square, a0 by 2 എന്നത് pi square by 3 ആണ്. അത് സ്ക്വയർ പറയുമ്പോൾ pi raised to 4 by 3 സ്ക്വയർ പറഞ്ഞാൽ 9. ഇനി പ്ലസ് ഹാഫ് ഇൻറ്റു സിഗ്മ 1 to infinity, ബാക്കി ടേംസ് ഞാനിപ്പോൾ പറഞ്ഞു. LHSൽ എന്താ വരിക? 1 by 2 pi integral -pi to pi. ഇതാണ് നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇന്റർവൽ. ഇനി എഫ് ഓഫ് എക്സിന്റെ സ്ക്വയർ, ഓൾറെഡി എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്, അതിന്റെ സ്ക്വയർ പറയുമ്പോൾ x raised to 4 dx. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ LHSൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. x raised to 4 ഇന്റഗ്രൽ എന്താ? x raised to 5/5. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. ദെൻ അഗെയിൻ RHSൽ ഇതേപോലെ ജസ്റ്റ് കോൺസ്റ്റൻസ് ഔട്ട്സൈഡ് എടുത്തു. സോ 8യുടെ വാല്യൂ കിട്ടും. ചെറിയൊരു റീഅറേഞ്ച്മെന്റ് മാത്രം ചെയ്താൽ മതി. pi raised to 4/9 plus 8 into sigma 1 to infinity 1 by n raised to 4. ഇനി LHS ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ നമുക്ക് എന്താ കിട്ടുക? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും മതി. ഇപ്പോൾ പൈയുടെ ടേം അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ pi raised to 4 കോമൺ ആയിട്ട് വരും, കാരണം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പൈയുടെ ടേം എന്തായാലും കോമൺ ആയിട്ട് വരും. സോ pi raised to 4 ഔട്ട്സൈഡ് എടുത്താൽ 1/5 മൈനസ് 1/9. സോ നമുക്ക് 4/45. ദെൻ ഈ 8നെ LHSൽ കൊണ്ടുപോയി, ഇപ്പോൾ 1/8. ഇനി ക്യാൻസൽ ചെയ്യാനുള്ള കോമൺ ടേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഹെൻസ് ഡെഡ്യൂസ് ദാറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു സീരീസിൽ നമ്മൾ ഡെഡ്യൂസ് ചെയ്തു സിഗ്മ 1 to infinity 1 by n raised to 4. ഇതാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഇസ് ഈക്വൽ ടു, ഇനി ഇവിടെ കിട്ടിയ വാല്യൂ ജസ്റ്റ് നമുക്ക് വാല്യൂ എന്താ കിട്ടുക എന്നുള്ളത് pi raised to 4 by 90 ആണ്. അതായത് 45 into 2 വരും, ദാറ്റ് ഇസ് 90. അപ്പോൾ ഇതാണ് hence deduce that sigma 1 by n raised to 4 is equal to pi raised to 4 by 90 എന്നാണ് ചോദിച്ചത്. അത് കറക്റ്റ് നമുക്ക് ഈ ആൻസർ കിട്ടി. ഓക്കെ, താങ്ക് യു.